നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. LDFന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ തിരൂരങ്ങാടിയിൽ സുപ്രഭാതം ദിനപത്രത്തിന്റെ കോപ്പി കത്തിച്ചതിൽ വിശദീകരണവുമായി കൊടിഞ്ഞി സ്വദേശി നെച്ചിക്കാട്ട് ബാപ്പുട്ടി താൻ അന്നും ഇന്നും എന്നും സമസ്ത ലീഗ് പ്രവർത്തകനാണെന്നും പരസ്യം കണ്ടപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ പരസ്യമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ LDFന്റെ പരസ്യം വന്നതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും നെച്ചിക്കാട്ടിൽ ബാപ്പുട്ടി പറഞ്ഞു. പത്രം കത്തിച്ചത് CPM പ്രവർത്തകരാണെന്നും താൻ പത്രം പിടിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. കത്തിക്കാനുണ്ടായ കാരണം ഞാനിന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് കൊണ്ട് വന്നുകൊണ്ട് മദ്രസയിൽ പ്രവേശനോത്സവമായിരുന്നു. അപ്പം സുപ്രഭാതം പേപ്പർ അവിടുന്ന് കണ്ടുകൊണ്ട് ഇതെന്തെങ്ങനെ എഴുതിക്കണം അവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു ആ ദിവസം കൊണ്ട്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരു 3 പേപ്പറോളം സുപ്രഭാതം കൊടുക്കുന്നുണ്ട് എൻ്റെ വകമായിട്ട്. ഞാൻ സമസ്തൻ്റെ ആൾ തന്നെയാണ്. ഞാൻ സമസ്തൻ്റെ ആളാണ്, SKSFൻ്റെ ആളാണ്, ഒക്കെയാണ്, ലീഗിൻ്റെ ഒരു അനുഭാവിയാണ്. അപ്പോൾ ഞാനത് അവിടെ വന്ന് ഞാൻ കൊടുക്കണ കടയിൽ ഒരു പ്രവാസി ഹോട്ടലിൽ നിന്നുണ്ട്, അതിലൊരു ആ പേപ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് സുപ്രഭാതം. അവിടെ നിന്നപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പേപ്പർ വായിക്കുന്നുണ്ട്. ഇത് ഏത് പേപ്പറാണ്, ഇതെന്തെങ്ങനെ എഴുതാൻ കാരണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് പേപ്പർ നോക്കേണ്ടത്, ഇത് സുപ്രഭാതം, ഇത് നമ്മളെ പേപ്പറാണല്ലോ. അപ്പോൾ അത് കേട്ട പാട് എനിക്കൊരു ഭയങ്കര പ്രഷർ കൂടുതൽ. ഞാൻ എടുത്തുകൊണ്ട് ആ പേപ്പർ എടുത്തുകൊണ്ട് ബസ് സ്റ്റോപ്പിന് നേരെ മുന്നിൽ തന്നെയാണ് അവിടെ പോയിക്കാണ്ട് അപ്പോഴത്തെ ആ പ്രസിഡൻ്റ് ദിവസം കൊണ്ട് അവിടെ ഇരിക്കേണ്ടവർ മറ്റത്ത് സിയാബ് പറഞ്ഞിട്ട് അവന് CPMൻ്റെ ആളാണ്, വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കത്തിക്കുക, ഇത് നമുക്ക് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കത്തിച്ചു. അപ്പോൾ അവനാണ് ഇതൊക്കെ വിട്ടതൊക്കെ. അതായത് ഈ സമസ്തന്റെ പത്രത്തിൽ LDFന്റെ പരസ്യം വന്ന് LDFന്റെ പരസ്യം വന്ന് സർക്കാരിൻ്റെ പരസ്യമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ ഞാൻ കത്തിക്കാണെങ്കിൽ മുന്നേ തന്നെ ഞാൻ വായനശാല പോയി. കൊടിഞ്ഞിൽ കൊറ്റങ്ങാടി വായനശാലുണ്ട്, എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കാണാൻ നോക്കിയപ്പോൾ സുപ്രഭാതത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചു. കാരണം നമ്മളെ നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണം, എല്ലാം ചെയ്യണം. തങ്ങന്മാരും മുത്തുക്കോതങ്ങളും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ പെട്ടെന്നൊരു പ്രഷർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ്ട് കത്തിച്ചു. അതിൽ കത്തിച്ചത് വേറൊരാളാണ്, അവന് ഒരു LDFൻ്റെ ആളാണ്. ഇപ്പോൾ പറഞ്ഞു കേട്ട് പൊന്നാളിയിലെ LDF സ്ഥാനാർത്ഥി ഹംസ ഇതിനൊക്കെ എന്ന് പറയുന്നുണ്ട്, അവന് മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നൊക്കെ. ഇത് ഈ പേരും പറഞ്ഞാണ്. ഞാൻ അന്നും ഇന്നും ഞാൻ ലീഗിനൊരു അനുഭാവിയാണ്, സമസ്തൻ്റെ ഉറച്ചാളാണ്. ഇത് കാരണത്താൽ ഞാൻ ഈ സമസ്തയിൽ പോവില്ല. സമസ്തയിലേക്ക് പേപ്പർ ഇടും, മറ്റേ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ലീഗ് പ്രവർത്തകനാണ്. അതുകൊണ്ട് മെമ്പർഷിപ്പ് ഒക്കെ ഞാൻ പഴയ കാലത്ത് എൻ്റെ വാപ്പ കാലത്ത് തന്നെ ലീഗ് അനുഭാവിയാണ്. ഇതും സമസ്തി ഇതെല്ലാത്തിനും ഞങ്ങളെ പള്ളിയും ഇതൊക്കെ എല്ലാ സംഗതി മദ്രസൊക്കെ സമസ്തൻ്റെ കീഴിലാണ് ഞങ്ങൾ നടത്തേണ്ടത്. ഞങ്ങളെ മൂല്യന്മാരും ഞങ്ങളെ മൂല്യന്മാരൊക്കെ ഞങ്ങൾ എത്രത്തോളം സ്നേഹിക്കണം. ഇല്ല, അത് എപ്പോഴേലൊക്കെ ഒന്ന് പ്രവർത്തിക്കും. പക്ഷേ ലീഗ് അനുഭാവിയാണ്.